യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ ദൈവ ജനമേ, ഇന്ന് ഏതാനും സമയം നിങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ചോദിക്കുകയാണ്. അല്പസമയം ഞങ്ങളോടൊപ്പം ദൈവത്തെ പാടി ആരാധിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഈ വിലപ്പെട്ട സമയം ക്രിസ്തു യേശുവിന് വേണ്ടി ഒന്ന് കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ, നമ്മുടെ ജീവിതത്തെ ആശീർവദിക്കുവാൻ, കൂടുതൽ കൂടുതൽ കരുത്തുള്ളവരായി തീർക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിത ഈ സമയം നിങ്ങളുടെ ജീവിതത്തോട് ആവശ്യപ്പെടുകയാണ്. ഈ ദൈവസ്തുതി ആരാധനയിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹത്തിന്, ദൈവ കൃപയ്ക്ക് പൂർത്തീകരമാകുവാൻ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അല്പസമയം വിട്ടുകൊടുക്കാം. ആകയാൽ ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി പ്രാർത്ഥനയോടെ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യം, നീ തകർന്ന അവസ്ഥയിലാണോ? നിന്നെ എല്ലാവരും തള്ളപ്പെട്ട ഒരവസ്ഥയിലാണോ? നീ രോഗിയാണോ? നീ ഒത്തിരിയേറെ ജീവിത പ്രതിസന്ധികളിൽ അകപ്പെട്ട് കലങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശു ഇതാ ഇപ്പോൾ പറയുന്നു, നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും മുറിവേറ്റതിനെ വെച്ചുകെട്ടുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവം ഉണ്ടെന്നുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു സത്യം നീ ഇപ്പോൾ തിരിച്ചറിയുക. ആമേൻ. ഈ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു കീർത്തന ഗാനമാണ് നമ്മൾ ഇപ്പോൾ ചേർന്ന് പാടാൻ പോകുന്നത്. ഈ കൃപയിലേക്ക്, ഈ അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വചനം നമുക്ക് കേൾക്കാം. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചന ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ആമേൻ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. കർത്താവിൽ മാത്രം നമ്മുടെ ജീവിതത്തെ ആശ്രയിക്കുവാൻ, യേശുക്രിസ്തുവിൽ മാത്രം ശരണം വയ്ക്കുവാൻ നമ്മൾ മാറ്റപ്പെടാൻ പോകുകയാണ്. അവനിലൂടെയല്ലാതെ മറ്റൊരു സഹായകനും നമുക്കില്ല, മറ്റൊരു ദൈവവും നമുക്കില്ല. അനന്ത സ്നേഹം മാത്രം. പാപിയാണെങ്കിലും ബലഹീനനാണെങ്കിലും നമ്മെ സ്നേഹിക്കുന്ന മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഈ കൃപയിലേക്ക് നമ്മെ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. വീണ്ടും നമുക്കൊരു തിരുവചന ഭാഗം കൂടെ കേൾക്കാം. 115-ാം സങ്കീർത്തനം 11-ാം തിരുവചനം നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ. ഹല്ലേലൂയ. സ്തോത്രം. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. ആമേൻ. അതെ, അവിടുന്ന് മാത്രമാണ് പ്രിയ ദൈവജനമേ നമ്മുടെ സഹായവും പരിചയം. ആ ക്രിസ്തുവിനെ വർണ്ണിച്ച്, ആ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ ഈ കീർത്തനഗാനം നമ്മൾ ഏവരെയും സഹായിക്കട്ടെ, ഏവരെയും ശക്തിപ്പെടുത്തട്ടെ, ഏവരെയും ബലപ്പെടുത്തട്ടെ, ഏവരെയും വിശ്വാസത്തിലേക്ക് ഉയർത്തട്ടെ. ഈ ആഗ്രഹത്തോടെ, ഈ തീഷ്ണതയോടെ നമുക്ക് ഈ കീർത്തനം ഒന്ന് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.
യേശുവത്രേ, സർവശക്തനാമെൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയച്ചാഹാരം തരും, ആവശ്യങ്ങളെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, യേശു മതിയായവൻ. കാക്കയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, എൻ്റെ യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, എൻ്റെ യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ നൽകും, നല്ല സ്വഭാവികളായി തീർത്തിടും, യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ നൽകും, നല്ല സ്വഭാവികളായി തീർത്തിടും, എൻ്റെ യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്.
സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. ഓ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിത്യജീവനേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ, സർവശക്തനേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശു മതി, സ്നേഹം മതി, തൻ ജീവൻ മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ആമേൻ. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഒരിക്കൽ കൂടി ഒന്ന് പാടിക്കേ. യേശു മതി, അവൻ മാത്രം മതി. യേശുവിന്റെ സ്നേഹം മാത്രം മതി. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. പരിശുദ്ധ മഹോന്നതനായ ദൈവത്തെ പാടി ആരാധിക്കുവാൻ സർവ സൈന്യങ്ങളുടെ ദാതാവായ സൃഷ്ടാവായ ദൈവത്തെ ഈ കീർത്തന ഗാനത്തോട് ചേർന്ന് പാടി നമുക്കും ഉദ്ഘോഷിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കോടാനുകോടി ദൂത സൈന്യം മുഴുവനും ദൈവത്തെ പാടി അനവരതം സ്തുതിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്കും ഒന്നു ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അതിനായി നമ്മെ 9-ാം സങ്കീർത്തനം 1ഉം 2ഉം വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ
അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും. ആമേൻ. ആമേൻ. അതെ, അത്ഭുതമന്ത്രിയായ ദൈവത്തെ സ്തോത്രം ആലപിച്ച് ഈ ഗാനം കേൾക്കുമ്പോൾ, ഈ ഗാനത്തോടൊപ്പം ഞങ്ങളോടൊപ്പം ചേർന്ന് പാടുമ്പോൾ, അത്ഭുതവാനായ സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങളുടെ ജീവിതത്തിലും പാഞ്ഞിറങ്ങും. ഈ വിശ്വാസത്തോടെ ഒരു തിരുവചന ഭാഗം കൂടെ നമുക്ക് കേൾക്കാം. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം വചനം 12, 13, 14 വചനം നമുക്ക് കേൾക്കാം. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരയുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. 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 ഈ പരിശുദ്ധ മഹോന്നതനായ ദൈവത്തെ അനവരതം പാടി സ്തുതിച്ച് അവിടുത്തെ നാമത്തെ നമുക്ക് വാഴ്ത്താം. മാലാഖവൃന്ദങ്ങളോട് ചേർന്ന്, എല്ലാ വിശുദ്ധ ഗണങ്ങളോടും ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനമശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനമശിഹ. Hallelujah.
അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും ധീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മശിഹ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനും ധീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മശിഹ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കുമേ ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കുമേ ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. സൈന്യവുമാ മേഘാരൂഢനായി വരും നിതായിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹ. ഓടാക്കൂടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരും നിതായിരവിൽ, തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹ.
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ പരമപരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സൈന്യങ്ങളുടെ കർത്താവേ, രാജാതിരാജനെ, സകല സൃഷ്ടികൾക്കും ഉറവിടമായ സർവശക്തനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ആരാധിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹോന്നതനെ, രാജാതിരാജനെ, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവമാണ് അവിടുന്ന്. കൃപയ്ക്ക് മേൽ കൃപയാൽ നിറയ്ക്കപ്പെടുന്ന പരമോന്നതനായ ദൈവത്തെ, നമ്മുടെ ശക്തികേന്ദ്രമായ ദൈവത്തെ, അനുഗ്രഹങ്ങളുടെ ഉറവിടമായ സർവശക്തനായ ദൈവത്തെ പാടി ആരാധിക്കുവാൻ ഇന്ന് നിന്റെ ജീവിതം തുറക്കപ്പെട്ടുവെങ്കിൽ കർത്താവ് പുതിയൊരു കാര്യം നിന്റെ ജീവിതത്തിൽ നൽകും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയുടെ ഉറവിടമായി മാറും. ഹല്ലേലൂയ. നിന്റെ തകർച്ചകളെയും ജീവിത പ്രതിസന്ധികളെയും എല്ലാം മാറ്റം ചെയ്യുവാൻ ആ സർവശക്തനായ ദൈവത്തിന്റെ നാമം ഒരിക്കൽ കൂടി ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ആരാധിച്ച് സ്തുതിക്കാം. പരിശുദ്ധ പരമ കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ നാമത്തെ ഞങ്ങൾ കോടാനുകോടി മാലാഖ വൃന്ദങ്ങളോടൊപ്പം പാടി സ്തുതിക്കുന്നു. ഓ ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടുത്തെ കൃപ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അവിടുത്തെ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ആകയാൽ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ ജീവിതങ്ങളെയും, ഈ ഷാലോം ടെലിവിഷനിലൂടെ ഞങ്ങളോടൊപ്പമായിരുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.